നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഉള്ളൊരു മെയിൻ പ്രശ്നമാണല്ലോ രാവിലത്തെ ചായക്കടി. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ആലോചിക്കും നാളെ എന്തുണ്ടാക്കും നാളെ എന്തുണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ആയിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ പേടിക്കേണ്ട കേട്ടോ, അതിന് ചെറിയൊരു ടിപ്സ് ഉണ്ട്. നമ്മൾ അരിയും ഉഴുന്നും നന്നായിട്ട് രാത്രിയിൽ കിടക്കാൻ നേരത്ത് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് ഒരു 2 മണി ഈസ്റ്റ്, പിന്നെ ഉലുവ, പിന്നെ ചോറ്, ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാവണം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അത് കുതിർത്താൻ വെക്കുക, പാകത്തിന് വെള്ളത്തിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ രാവിലെ നീച്ചിട്ട് അത് അരച്ചെടുത്തിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിലേക്ക് ഈ മാവ് ഇറക്കി വയ്ക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും, ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് നമ്മൾ പഴയ മാവ് പോലെയാവും കേട്ടോ. കൂട്ടി അരച്ച് ചുടുന്ന ദോശ പോലെയാവും കേട്ടോ. നന്നായി കിട്ടും. നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഉള്ളൊരു മെയിൻ പ്രശ്നമാണല്ലോ രാവിലത്തെ ചായക്കടി. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ആലോചിക്കും നാളെ എന്തുണ്ടാക്കും നാളെ എന്തുണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ആയിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ പേടിക്കേണ്ട കേട്ടോ, അതിന് ചെറിയൊരു ടിപ്സ് ഉണ്ട്. നമ്മൾ അരിയും ഉഴുന്നും നന്നായിട്ട് രാത്രിയിൽ കിടക്കാൻ നേരത്ത് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് ഒരു 2 മണി ഈസ്റ്റ്, പിന്നെ ഉലുവ, പിന്നെ ചോറ്, ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാവണം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടൊരു പാത്രത്തിലിട്ടിട്ട് അത് കുതിർത്താൻ വെക്കുക, പാകത്തിന് വെള്ളത്തിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ രാവിലെ നീച്ചിട്ട് അത് അരച്ചെടുത്തിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിലേക്ക് ഈ മാവ് ഇറക്കി വയ്ക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും, ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് നമ്മൾ പഴയ മാവ് പോലെയാവും കേട്ടോ. കൂട്ടി അരച്ച് ചുടുന്ന ദോശ പോലെയാവും കേട്ടോ. നന്നായി കിട്ടും.